ഞാൻ രോഗികളെ കാണുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പല ആളുകളുടെയും കൊളസ്ട്രോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ അതൊരു ബോർഡറിലായിരിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ കൊളസ്ട്രോൾ ജസ്റ്റ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അതുപോലെ ചീത്ത കൊളസ്ട്രോളും ഒരു നോർമലിന്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നുണ്ടാവും. അവർ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ കൊളസ്ട്രോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു ബോർഡറിൽ എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യേണ്ട, ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് പോയാൽ മതി, ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, എക്സസൈസ് എടുത്താൽ മതി. എന്നോട് എല്ലാവരും ചോദിക്കും, അങ്ങനെ ചെയ്താൽ പോരെ, ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിനൊരു പ്രശ്നമുണ്ട്, അത് പലർക്കും അറിയില്ല. പല ആളുകൾക്കും ഇതുപോലെ ബോർഡറിൽ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ അവർ കുറച്ച് കാലം അത് കൊണ്ടു നടക്കുന്നു. ഒരു 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ അവസ്ഥ, 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴും ബോർഡറിലായിരിക്കും. അതിങ്ങനെ തുടരുന്നു. 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അത് പതുക്കെ കൂടിയിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ. ഈ 2 വർഷത്തിനിടയ്ക്ക് ശരീരത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പലരും ആലോചിക്കുന്നില്ല, അറിയുന്നുണ്ടാവില്ല. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ രക്തധമനിയിൽ അകത്തൊരു തൊലിയുണ്ട്. അതൊരു മതിൽ പോലെയാണ്. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മതിലിലൂടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിന് ഇടിച്ചു കയറാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ. ചീത്ത കൊളസ്ട്രോൾ ഒക്കെ അങ്ങനെ രക്തത്തിലൂടെ ഒഴുകുന്നല്ലാതെ രക്തധമനികളിൽ അതിന് പോയിട്ട് അള്ളി പിടിക്കാൻ കഴിയില്ല. പക്ഷേ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഒരു 130 കൂടി തുടങ്ങാൻ വിചാരിക്കാം. എന്ന് വെച്ചാൽ ഒരു ബോർഡർ ലൈൻ എത്തി വിചാരിക്കാം. ആ സമയത്ത് ചീത്ത കൊളസ്ട്രോളിനകത്തുള്ള സ്മോൾ ഡെൻസ് LDL എന്ന് പറയുന്ന കൊളസ്ട്രോളിന് പതുക്കെ രക്തധമനിയുടെ ഭിത്തിയിലൂടെ ഉള്ളിലേക്ക് സ്ലിപ്പ് ചെയ്ത് കയറാൻ തുടങ്ങുകയാണ്. ഇത് സ്ലോ ആണ്, സൈലന്റ് ആണ്. ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് കയറി അത് ഓക്സിഡൈസ്ഡ് ആവാണ്, കേടുവരികയാണ്. അപ്പോൾ രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് തുടങ്ങുകയാണ്. നമ്മുടെ പ്രതിരോധ ശക്തി ഈ നീർക്കെട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് കോശങ്ങൾ അയക്കുകയാണ്. ഈ കോശങ്ങളും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ കൊഴുപ്പും എല്ലാം കൂടി ചേർന്ന് ഫോം സെൽ എന്ന് പറയുന്ന കേടുവന്ന കോശങ്ങൾ അവിടെ രൂപപ്പെടുകയാണ്. അപ്പോഴും കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഫോം സെല്ലുകൾ കൂടി വന്നിട്ട് രക്തധമനികൾക്കകത്ത് കറ പോലെ, വരകൾ പോലെ, ഫാറ്റി സ്ട്രീക്ക് എന്ന് പറയുന്ന കേടുകൾ ഉണ്ടാവുകയാണ്. അപ്പോഴും ലക്ഷണങ്ങളില്ല, ബ്ലോക്കുകളില്ല. പക്ഷേ ബ്ലോക്ക് എന്ന് പറയുന്ന അസുഖം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഥെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഈ അസുഖം, ബ്ലോക്കിന്റെ പ്രശ്നങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഫാറ്റി സ്ട്രീക്കിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ള സമയത്ത് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും സ്റ്റാറ്റിനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റി സ്ട്രീക്ക് വരാനുള്ള സാധ്യത നമുക്ക് തടയാൻ പറ്റും. അതുവഴി ഭാവിയിൽ ബ്ലോക്ക് വരുന്നത് തടയാൻ സാധിക്കും. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. 39 വയസ്സിൽ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ അയാൾക്ക് കണ്ടിട്ടുണ്ട്. അയാൾ അത് കൊണ്ടു നടന്നു. 43 വയസ്സായപ്പോൾ അയാൾക്ക് നെഞ്ചുവേദന വന്നു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 രക്തധമനികളും കൂടിയ ബ്ലോക്കാണ്, ബൈപ്പാസ് ചെയ്യേണ്ടി വന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 39 വയസ്സിൽ തന്നെ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉണ്ടായ സമയത്ത് തന്നെ അയാൾ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ബ്ലോക്ക് വരുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ളവർ സൂക്ഷിക്കണം എന്നാണ്. എല്ലാവരും മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചാൽ ചിലർക്ക് മടിയുണ്ടാവും. അങ്ങനെ വരുന്നവർക്കായിട്ട് മറ്റൊരു മാർഗ്ഗം കൂടെ ഉണ്ട് ഇതിന്റെ റിസ്ക് അറിയാൻ. അതാണ് കൊറോണറി കാൽഷ്യം സ്കോറിംഗ്. കൊറോണറി കാൽഷ്യം സ്കോറിംഗ് ഹൃദയത്തിനകത്ത് കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൂചന തരും, ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് നമുക്ക് ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയാണ്, 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം CT കാൽഷ്യം സ്കോറിംഗ് ചെയ്ത് നോക്കാം. അത് നോർമൽ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ചിലപ്പോൾ മരുന്നില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ CT കാൽഷ്യം സ്കോറിംഗിലെ റിപ്പോർട്ട് മോശമാണെങ്കിൽ, കൊളസ്ട്രോൾ ബോർഡർ ആണെങ്കിൽ പോലും കൊളസ്ട്രോളിന്റെ മരുന്ന് തീർച്ചയായിട്ടും കഴിക്കുന്നത് അയാൾക്ക് ഗുണം ചെയ്യും. ഇനി ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ളവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊന്ന്, ഡെയിലി കഴിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് 10 ഗ്രാമിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കൂടിയ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. രണ്ടാമതായിട്ട്, സോളിബിൾ ഫൈബർ ഡെയിലി ഒരു 10 മുതൽ 15 ഗ്രാം വരെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഓട്സ് ഉപയോഗിക്കാം, ബീൻസ്, പയർവർഗ്ഗങ്ങൾ, ആപ്പിൾ, പൊടിച്ചരച്ച ഫ്ലാക്സീഡ്, ഇതൊക്കെ നന്നായിരിക്കും. മൂന്നാമതായിട്ട്, റെസിസ്റ്റൻസ് ട്രെയിനിങ് അഥവാ മസിൽ എക്സർസൈസുകൾ ചെയ്യണം. കാർഡിയോ എക്സസൈസിന് പുറമെ പലപ്പോഴും കാർഡിയോ എക്സർസൈസ് കൊണ്ട് മാത്രം കൊളസ്ട്രോൾ കുറയണമെന്നില്ല കേട്ടോ. നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും, വിസറൽ ഫാറ്റ് കുറക്കാനും, മസിൽ കൂട്ടാനും അതുവഴി മാത്രമേ നമുക്ക് പലപ്പോഴും കൊളസ്ട്രോൾ